വില്വമംഗലം സ്വാമികൾ അതിതീവ്രനായ ഒരു വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ എന്നും ഒരു കുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരുമായിരുന്നു. കുട്ടി സ്വാമികളുടെ പൂജയ്ക്ക് വികൃതികൾ കാട്ടി ശല്യം ചെയ്യുമായിരുന്നെങ്കിലും ആ കുട്ടിയുടെ സാമീപ്യം സ്വാമികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ സ്വാമികൾ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടി വികൃതി കാണിച്ചതിൽ ദേഷ്യം വന്ന് അദ്ദേഹം അവനെ തള്ളിമാറ്റി. ഇതിൽ പരിഭവിച്ച കുട്ടി ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയി. ആ കുട്ടി സാക്ഷാൽ ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ സ്വാമികൾ അതീവ ദുഃഖിതനാവുകയും ഉടനെ തന്നെ അനന്തൻകാട് തേടി യാത്ര തിരിക്കുകയും ചെയ്തു. ഏറെ തിരച്ചിലുകൾക്ക് ശേഷം കടൽക്കരയിലുള്ള ഒരു വനപ്രദേശത്ത് വെച്ച് കുട്ടിയെ അദ്ദേഹം കണ്ടു. പെട്ടെന്ന് ആ കുട്ടി ഒരു കൂറ്റൻ ഇലഞ്ഞിമരമായി വീഴുകയും അത് ശംഖുചക്രധാരിയായ വിഷ്ണു ഭഗവാന്റെ രൂപമായി മാറുകയും ചെയ്തു. ഭഗവാന്റെ രൂപം അതിഭീമാകാരമായിരുന്നു. ശിരസ് തിരുവല്ലത്തും നാഭി തിരുവനന്തപുരത്തും പാദങ്ങൾ തൃപ്പാപ്പൂരിലുമായിരുന്നു എന്നതാണ് ഐതിഹ്യം. സ്വാമികൾക്ക് ആദ്യമായി ഭഗവാന് നേദിക്കാൻ കിട്ടിയത് കന്നിമൂലയിൽ കണ്ട ഒരു ഉപ്പുമാങ്ങയായിരുന്നു. ഇന്നും ക്ഷേത്രത്തിൽ ഉപ്പുമാങ്ങ നിവേദ്യത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്.